കൊച്ചിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം. പണമടച്ച് വിദേശത്തേക്ക് പോയ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തും. മുഖ്യപ്രതി സുജിത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന് കണ്ടെത്തി. തട്ടിപ്പ് പണം ഉപയോഗിച്ച് പ്രതികൾ ആഡംബര ജീവിതം നയിച്ചുവെന്നും പോലീസ്. പ്രതിക്കായി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുന്നു. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, പോലീസ് ഈ കേസ് ഏത് തലത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഉദ്ദേശിക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. നിലവിൽ ഈ കേസിൽ ഒന്നാം പ്രതിയായ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സുജിത്ത് അടക്കമുള്ളവർ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തി എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സുജിത്ത് സ്വന്തമായി ഉണ്ടാക്കിയ അക്കൗണ്ടിലേക്കാണ് ഈ വിദേശത്തേക്ക് പോയ ഭൂരിഭാഗം കുട്ടികളും പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടികളുടെ എല്ലാം മൊഴിയെടുക്കേണ്ടതുണ്ട് എന്ന ഒരു തീരുമാനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് പ്രതികൾ വലിയ തോതിലുള്ള ആഡംബര ജീവിതം നയിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 3.5 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നാണ് പരാതി. ഈ പരാതിയിൽ സുജിത്ത്, ഒന്നാം പ്രതിയായ സുജിത്ത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അക്കൗണ്ടിലേക്ക് പണം മാറ്റിയെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ തോതിലുള്ള തട്ടിപ്പ് 2018 മുതൽ ഈ തട്ടിപ്പ് നടത്തിയെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. രേഖകളിൽ കൃത്രിമം കാണിച്ച് കമ്പനിക്ക് വരുമാനമില്ലെന്ന് കാട്ടിയായിരുന്നു ഈ തട്ടിപ്പ് എല്ലാം നടത്തിയിരുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ബന്ധുക്കളുടെ ചില സുഹൃത്തുക്കളും ഒക്കെ തന്നെ ഈ തട്ടിപ്പിന് കൂട്ടുനിന്നതായി പോലീസ് പറയുന്നുണ്ട്. കമ്പനിയുമായി സഹകരിച്ചിരുന്ന ചിലരും ഈ തട്ടിപ്പിന് കൂട്ടുന്നുണ്ട്. ഇവരുടെ എല്ലാം അക്കൗണ്ടുകളിലേക്ക് വലിയ തോതിൽ സുജിത്ത് പണം അയച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ 13 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇതിൽ ഒന്നാം പ്രതി സുജിത്തിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി ഇയാൾക്ക് വേണ്ടി പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. ശരി, കൊച്ചിയിലെ വിദേശ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നിതിൻ സേവ്യർ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും.